രചന രാഹുൽ ശിവാനന്ദൻ. ശബ്ദം നൽകുന്നവർ ഒ ശ്രീധരി, രാജ അസീസ്, അനഘ എ വി, ദുർഗ രാജു, ആർ രാജേശ്വരി, ഭദ്ര സി അനീഷ്, ആറ്റുകാൽ പ്രദീപ്, സന്ധ്യ വേറ്റിനാട്, സൊഹറ മമ്മു, ബിജു കലുവാതിക്കൽ. സംവിധാനം റൂബി ബാബു. കഞ്ഞി കോരി കുടിക്കുമോളെ, ആ പയറും കൂടി ചേർത്ത് അങ്ങ് കഴിച്ചേ. ആ അങ്ങനെ മിടുക്കി കുട്ടി. അമ്മമ്മേ, ഈ പഞ്ചവങ്കാവ് ഇവിടുന്ന് കുറെ ദൂരമുണ്ടോ? കുറച്ചു ദൂരമുണ്ട്. എന്തേ? അവിടെ അവിടെ ഭ്രാന്തിയമ്മയുണ്ടോ? എന്തു പറ്റി കുട്ടിയെ? പഞ്ചവങ്കാവ്, ഭ്രാന്തിയമ്മ, എന്താ നിനക്ക് എന്താ അറിയേണ്ടത്? ഭ്രാന്തിയമ്മ കുട്ടികളെ തിന്നോ? ഇതൊക്കെ ആരാ ലച്ചു നിന്നോട് പറഞ്ഞു തരണേ? നീ ഇരുന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. ഭ്രാന്തിയമ്മയ്ക്ക് 10 ആനയുടെ ശക്തിയുണ്ടോ? 10 ആനയുടെ ശക്തിയോ? അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ലച്ചുവേ? നീ ഒരു പൊട്ടി കുട്ടി തന്നെ. ഇവിടെ ആരുമില്ലെന്ന്. അമ്മമ്മേ, അയാള് വന്നു. മോള് പേടിക്കണ്ട കേട്ടോ, കഴിക്ക്. അമ്മമ്മ ഇപ്പൊ വരാം. വേണ്ട അമ്മമ്മ, എന്റെ അടുത്ത് പോവല്ലേ, എനിക്ക് പേടിയാ. പേടിക്കണ്ട മോളെ, ഇവിടെ അമ്മമ്മ ഇല്ലേ? ഞാൻ വിളിച്ച വിളി കേൾക്കില്ലല്ലേ ഒരുത്തിയും. ഇവിടിരുത്തി ഊട്ടുക ഈ നശിച്ച വിത്തിനെ. ഏയ്, നിങ്ങൾ ഇനി എന്തു വേണമെങ്കിലും പറഞ്ഞോ സുധാരേട്ടാ, പക്ഷേ കുഞ്ഞിനെ ഒന്നും പറയരുത്. അതിനെന്തറിയാം? തമ്പ്രാട്ടീര ഓർഡറാണോ അത് എന്നോട്? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അടിയനും അടിയന്റെ മോനും പുറത്ത്, പുറമ്പോക്ക്. നിങ്ങളോട് അങ്ങനെ ഒന്നും ഇവിടെ ആരും പറഞ്ഞില്ല. എഴുതാപ്പുറം വായിക്കണ്ട. എഴുതാപ്പുറം വായിക്കണ്ടതോ? വായിക്കുവടി, വായിക്കും. സുധാകരൻ കൊള്ളാത്തവനാ ആ തൊട്ടി. പക്ഷേ ഈ കൊള്ളുകേലാത്തവനെ ഉണ്ടായിരുന്നുള്ളൂ നിനക്കും നിന്റെ മോൾക്കും. എടി കെട്ടിയോൻ ചത്ത് കുടുംബക്കാരുപേക്ഷിച്ച നിന്നെ ഇത്രയും കാലം സുധാകരൻ പൊന്നുപോലാണ് ഈ നോക്കിയത്. അതു നീ മറക്കരുത്. നിന്റെ മോളെ ഞാൻ എന്റെ സ്വന്തം മോളായിട്ടാ കണ്ടേ. പക്ഷെ അവൾക്ക് നന്ദിയില്ലാതായി പോയി. എന്നിട്ടോ ആ മഹാറാണിയുടെ ഗതി നിന്റെ പോലെ ആയില്ലേ നീ? എന്റെ മോളെ ഒന്നും പറയില്ലേ, അവളെവിടെ പോയെന്ന് പോലും അറിയില്ല. അവള് വല്ലവരുടെയും കൂടെ ഒളിച്ചോടി പോയതാകുമടി. അനാവശ്യം പറയരുത് എന്റെ കുഞ്ഞിനെ പറ്റി. എനിക്ക് പറ്റിയ തെറ്റുകളുടെ പേരില്ല എന്റെ കുഞ്ഞ് എല്ലാം സഹിച്ചത്. നിങ്ങളെയും നിങ്ങളുടെ സൽസന്താനത്തിനെയും എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കരുത്. പറയുമടി, സുധാകരൻ പറയും. എന്റെ വായടപ്പിക്കാനൊന്നും കരുതണ്ട. നിന്റെ മോടെയും ഗതി എന്താ? കെട്ടിയോൻ വാഴില്ലടി. ഈ ഇരിക്കണേന്റെ വിധിയും അതേ ആവൂ. ആന്താരങ്ങള് അവളെ കഞ്ഞിപ്പാത്രം മോളെ ഒന്നും ചെയ്യല്ലേ മനുഷ്യ, പാവമാണത്. അവളെ ഒന്നും
ചെയ്യല്ലേ. എന്നൊന്നും ചെയ്യല്ലേ അപ്പൂപ്പ, എന്നെ വിട്. എന്നൊന്നും ചെയ്യല്ലേ അപ്പൂപ്പ, വിട്. എനിക്ക് പേടിയാ. എന്നൊന്നും ചെയ്യല്ലേ, വിട്. എടോ, എന്റെ കുഞ്ഞിനെ വിടടോ, വിടാൻ. കള്ളും കഞ്ചാവും വലിച്ചു കയറ്റിയിട്ട് ഇങ്ങോട്ട് വന്ന് കേറും. ഇവിടെ ഇങ്ങോട്ട് ചേർന്നിരിക്കെ, നമ്മളെ ആരും കാണില്ല. കരയില്ലേ കൊച്ചെ, കരയില്ലേ, അയാള് കാണും. അല്പം കൂടി കുനിഞ്ഞിരിക്കെ. ഈ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് അയാൾ വന്ന് നോക്കില്ല. നമ്മൾ എന്ത് ചെയ്യും അമ്മമ്മേ? മോൾക്ക് നന്നായി വേദനിച്ചല്ലേ, സാരമില്ല. അപ്പൂപ്പന് ബോധമില്ലേണ്ട. ഇനി സുതിമമ്മ വന്ന ഞാൻ എന്ത് ചെയ്യും അമ്മമ്മേ? അവൻ ഇന്നിനി വരില്ല മോളെ. നമുക്ക് പ്രാർത്ഥിക്കാം, വരരുതേ എന്ന്. ഗുഡ് മോർണിംഗ് സ്വപ്ന ടീച്ചറെ. ഗുഡ് മോർണിംഗ് മായ ടീച്ചറെ. ഇതെന്താ ഈ വഴി? ഓ, ഞാൻ ഇടയ്ക്ക് ഈ വഴിക്കാ വരാറുള്ളത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടൊക്കെ? കൊള്ളാം. നാട്ടുവഴികളും പച്ചപ്പും പുഴയും മലനിരകളും ആകെ കൂടി ഒരു ചന്തമൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാ കുറഞ്ഞു പോയില്ലേ? ഇതാ ഭൂമിയിലെ സ്വർഗമെന്ന് ഞാൻ പറയും. അയ്യോ, അത്രയ്ക്കൊക്കെ ഉണ്ടോ? ഞാൻ ഈ നാട്ടുകാരിയെന്ന് ഓർത്ത് പുകഴ്ത്തണ്ട കേട്ടോ. എന്നെ കെട്ടിക്കൊണ്ടുവന്നതാ. പുകഴ്ത്തിയൊന്നും അല്ല, സത്യം. ടീച്ചറുടെ ഫാമിലിയൊക്കെ? ഹസ്ബൻഡ് ആർമിയിലാ, ജയ് ജവാൻ. പിന്നെ പുള്ളിക്കാരന്റെ അമ്മയുണ്ട് എന്റെ കൂടെ. കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി. കുട്ടികളില്ല. ഓ, സോറി. ഓ, ഇറ്റ്സ് ഓക്കെ. ആ ടീച്ചറെ, പിന്നെ ഒരു കാര്യം. എന്റെ ക്ലാസ്സിൽ ആ ലക്ഷ്മി ഇല്ലേ, അതിന്റെ കാര്യം കഷ്ടമാണല്ലേ. ശോക ടീച്ചറെ, ദുരിത അതിന്റെ ജീവിതം. അച്ഛൻ മരിച്ചുപോയതാ, അമ്മയും കാണാതായി. അപ്പൂപ്പനും അമ്മാവനും ഒക്കെ ലഹരിക്ക് അടിമകളാ. ഈ കുട്ടി എന്നും ഉപദ്രവിക്കും. അയ്യോ, എന്നിട്ടെന്താ കേസ് കൊടുക്കാത്തെ? അതിന്റെ അമ്മൂമ്മ സമ്മതിക്കൂല. അമ്മൂമ്മയുടെ സമ്മതം എന്തിനാ? നമുക്ക് കൊടുക്കാലോ. പണ്ട് കൊടുക്കാനൊക്കെ അച്ഛൻ പ്ലാൻ ഇട്ടതാ. നമ്മളായിട്ട് എന്തിനാ പൊല്ലാപ്പുണ്ടാക്കണേന്ന് എല്ലാരും കരുതിയിട്ടുണ്ടാവും. പാറക്കുട്ടി, എന്താ ഇന്നലെ പഞ്ചമങ്കാവിൽ പോയോ? ഇല്ല, ലേ ചേച്ചിക്ക് അവിടെ പോകാൻ പേടിയാത്ര. നിനക്ക് വഴിയറിയോ? എന്നാ നമുക്ക് പോയാലോ? എപ്പോ? ഇന്ന് പോയാലോ? പോകാം. എന്താ അവിടെ എഴുതാൻ പറഞ്ഞിട്ട് രണ്ടാളും കൂടി എന്താ കുശുകുശിക്കണേ? ഒന്നുമില്ല ടീച്ചർ. അത് വെറുതെ എന്തോ ഉണ്ട്. എന്നോടുകൂടി പറ. ഒന്നുമില്ല ടീച്ചർ. ടീച്ചറോട് ലച്ചുമോള് പറ. ഇനി മുതൽ ടീച്ചർ ലച്ചുമോളെ നീ വിളിക്കും. എന്താ അങ്ങനെ വിളിച്ചോട്ടെ? നാളെ മോൾക്ക് ടീച്ചർ ഒരു സമ്മാനം തരുമല്ലോ. എന്ത് സമ്മാനം? അതൊക്കെ നാളെ നേരി കണ്ടാ മതി. അപ്പോ മോള് ടീച്ചർക്ക് എന്താ സമ്മാനം തരിക? ഞാൻ എന്ത് സമ്മാനം തരും? നല്ലൊരു ചക്രയുമ്മ തന്നാലും മതി. തരുമോ? അത് മോളുടെ അമ്മ ചോദിച്ചാ കൊടുക്കില്ലായിരുന്നോ? അപ്പോ ടീച്ചർ ചോദിച്ചാലും തരണം. കെട്ടിപ്പിടിച്ചൊരു ചക്കരയുമ്മ. ടീച്ചറും അമ്മ തന്നാന്ന് കൂട്ടിക്കോ. സംസാരിച്ചിരിക്കാണ്ട് വേഗം എഴുതില്ലേ ചൂട്ടാ? എഴുതാൻ ടീച്ചറെ. വേഗം നടക്ക് ലച്ചു, കുറച്ചു ദൂരം പോകാനുള്ളതാ. അയ്യോ, കുറെ ദൂരം ഉണ്ടോ? താമസിച്ച അമ്മൂമ്മ വിഷമിക്കും. എന്നാൽ നമുക്ക് ഓടിപ്പോകാം.
വേഗം മല കയറിക്കോ. ആ കാണുന്നതാ കാവ്, പഞ്ചവൻ കാവ്. നീ പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. അയ്യോ, എന്താ നിനക്കും വന്ന? നീ വേഗം പോയിട്ട് വാ. നിന്റെ അമ്മ എത്രയും വേഗം തിരിച്ചു വരണേന്ന് പ്രാർത്ഥിക്ക്. അമ്മ ഇനി വരുവോന്നറിയില്ല. പിന്നെ അതിലും വലിയൊരു കാര്യം എനിക്ക് പ്രാർത്ഥിക്കണം. നീ വേഗം പോയി പ്രാർത്ഥിച്ചിട്ട് വാ. എന്റെ ഭഗവാനെ, കാത്തുകൊള്ളണേ ഈ ലച്ചുമോളെ. എന്നും എന്നെ അപ്പൂപ്പനും സുധിമാമൻ വീട്ടിലുള്ളപ്പോ മാമനും ദ്രോഹിക്കാറുണ്ട്. എന്റെ ആരുമല്ല അവരെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അവരേൽപ്പിക്കുന്ന വേദനയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. എനിക്ക് പേടിയാ. എനിക്കാരുമില്ല ഭഗവാനെ. ആരോടും പറയരുതെന്ന് അമ്മൂമ്മ പറയും. ആരുമില്ലാത്ത എന്നെ ഭഗവാൻ കാക്കുമെന്ന പാറുക്കുട്ടി പറഞ്ഞ്. എന്റെ കയ്യിൽ തരവൊന്നുമില്ല. എന്നാലും എന്നെ കാക്കുമോ? എന്നെ പേടിപ്പിക്കില്ലേ? എനിക്ക് പേടി വരുന്നു. പേടിക്കണ്ട കേട്ടോ, മോൾ പേടിക്കണ്ട. മോള് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പ്രാർത്ഥിച്ചതൊക്കെയും ഞാൻ കേട്ടൂലോ. ഞാൻ മൂർത്തിയോടാ പ്രാർത്ഥിച്ച്. ഉറക്കെ പ്രാർത്ഥിക്കണമെന്നാ പാറുക്കുട്ടി പറഞ്ഞ്. ആണോ? എന്താ കുട്ടിയുടെ പേര്? ലച്ചുന്ന് അമ്മൂമ്മ വിളിക്കും. അമ്മയും പാറുക്കുട്ടിയും ഇപ്പൊ പുതിയ ടീച്ചറും. പേര് ലക്ഷ്മി എന്നാ. ഓ, മിടുക്കി. എന്താ മുത്തശ്ശിയുടെ പേര്? എന്റെ പേര് കേട്ടാൽ പേടിക്കോ? മുത്തശ്ശിയെ കണ്ടാൽ പേടി തോന്നില്ലല്ലോ. പെട്ടെന്ന് പിറകീന്ന് വന്ന് ചിരിച്ചപ്പോ പേടിച്ചു, അത്രേ ഉള്ളൂ. ആണോ? അമ്പടി കേമി. പേടിക്കില്ല എന്ന് സത്യം ചെയ്താൽ മുത്തശ്ശി പേടി പറയാം. പേടിക്കില്ല, സത്യം. മുത്തശ്ശിയും പ്രാർത്ഥിക്കാൻ വന്നതാണോ? മുത്തശ്ശി പ്രാർത്ഥിക്കാറില്ല മോളെ. ചിലരുടെയൊക്കെ പ്രാർത്ഥന കേൾക്കും, നിന്റേതുപോലെ. പേര് പറഞ്ഞില്ലല്ലോ. എന്നെ ഈ നാട്ടുകാര് വിളിക്കണ പേരാണ് ഭ്രാന്തി അമ്മ. അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ തിന്നല്ലേ. കരയല്ലേ കുട്ട. ഭ്രാന്തി അമ്മയുടെ മുന്നിൽ ആരും കരയരുത്. കണ്ണീര് കാണുന്നത് ഭ്രാന്തി അമ്മയ്ക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് എന്റെ ലച്ചുന്റെ. മോള് ദാ കണ്ടില്ലേ ഭ്രാന്തിയമ്മയെ? എന്താ പേടി തോന്നിയോ? മോള് ഭ്രാന്തിയമ്മ പേടിപ്പിക്കില്ല കേട്ടോ. മോള് ഭ്രാന്തിയമ്മയെ ഒന്ന് തൊട്ടു നോക്കിയേ. ആ, അങ്ങനെ മുറുക്ക് പിടിച്ചോ എന്റെ കയ്യില്. ഇപ്പൊ എന്റെ പേര് കേട്ടപ്പോഴുള്ള പേടി മാറിയില്ലേ? ആ, എന്നാല് മോള് വേഗം വീട്ടിൽ പൊയ്ക്കോ. മോളുടെ പ്രാർത്ഥന കേട്ടൂന്ന് വിചാരിച്ചു. മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ. ആരെയും പേടിക്കാണ്ട് ഇനി മുതൽ എന്റെ കുട്ടി സുഖമായിട്ട് ഉറങ്ങും. പൊയ്ക്കോട്ടെ. ഭ്രാന്തിയമ്മയെ കണ്ടുന്ന് ആരോടും പറയണ്ട കേട്ടോ. അവിടെ കാത്തു നിൽക്കണ കൂട്ടുകാരിയോട് പോലും. ഇല്ല, പറഞ്ഞാലും അവള് വിശ്വസിക്കില്ല.
ചേച്ചി, എന്താ വേണാരാ? ഭാരതി ചേച്ചി, സുധാരനെയും സുധിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസാ. എന്റെ ദൈവങ്ങളെ, പോലീസിനാരാ പരാതിപ്പെട്ടതൊന്നും അറിയില്ല. പക്ഷേ ആ SI ഒരു കാര്യം പറഞ്ഞു. ലഹരിക്ക് അടിമകളായി കൊച്ചു കുഞ്ഞുങ്ങളെ പോലും തിരിച്ചറിയാനാവാത്ത ഹിംസ്ര ജന്തുക്കൾക്ക് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നു. വേണം കണാര, അത് വേണം. ശിക്ഷ കിട്ടണം ആ ദുഷ്ടന്മാർക്ക്. എന്റെ ദൈവത്തിന് നന്ദി. പാർക്കുട്ടി, നമുക്ക് ഒന്നുകൂടി പഞ്ചബംഗാവിൽ പോയാലോ? അന്ന് പോയപ്പോൾ ഭ്രാന്തിയമ്മ ഇല്ലായിരുന്നു. അത് നമ്മുടെ ഭാഗ്യം. ഇനിയും പോകുമ്പോൾ അവിടെ ഉണ്ടല്ലോ, നമ്മളെ കണ്ടാലോ? 10 ആനയുടെ ശക്തിയാ ഭ്രാന്തിയമ്മയ്ക്ക്. നമ്മളെ കൊന്ന് തിന്നോടി. നീ എന്താ ചിരിച്ചേ? നമ്മള് രണ്ടാളും കൂടി പോയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിനെ ഒത്തിരി വഴക്ക് പറഞ്ഞു. പിന്നെ നിനക്കൊരു കാര്യം അറിയോ? എന്താ? സ്വപ്ന ടീച്ചർ എന്നേ അമ്മൂമ്മയോട് ചോദിക്കുവാ എന്നെ ടീച്ചർ കൊണ്ടുപോയിക്കോട്ടെ എന്ന്, ടീച്ചറിന്റെ വീട്ടിലേക്ക്. ആണോ? എന്നിട്ട് അമ്മൂമ്മ എന്ത് പറഞ്ഞു? അമ്മൂമ്മയ്ക്ക് സമ്മത, പക്ഷേ എനിക്ക് പറ്റൂല. ഞാൻ പോയാ അമ്മൂമ്മ ഒറ്റയ്ക്കാവൂലേ? പിന്നെ നീയും പഞ്ചബംഗാവും നീലിപ്പുഴയും ഭ്രാന്തിയമ്മയും ഒക്കെ കാണാണ്ടിരിക്കണ്ടേ? ഭ്രാന്തിയമ്മയോ? അവരെ ഇഷ്ടപ്പെടുന്ന ആദ്യത്തെ ആള് നീയാവും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഭ്രാന്തിയമ്മയാ ഞാൻ ഇഷ്ടപ്പെടേണ്ടത്. എന്റെ ഭ്രാന്തിയമ്മ നീതൊക്കെ വട്ടാ. ഭ്രാന്തിയമ്മ നാടകം സമാപിക്കുന്നു.